നാട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് മോഹൻലാലും തന്നെ പീഡിപ്പിച്ചെന്നുള്ള മിനിച്ചേച്ചിയുടെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലായിരുന്നു. മുകേഷ് അണ്ണനെ തുടങ്ങി സിദ്ദിഖായി, ജയസൂര്യയായി, ഇടവേള ബാബുവായി, ഇങ്ങനെ പിന്നെ എന്താണ് നമ്മുടെ മണിയമ്പിള്ള രാജുവായി, ഇങ്ങനെ വന്ന് അവസാനം ബാലചന്ദ്രമേനോൻ 3 പെണ്ണുങ്ങളെ ഒരേ സമയത്ത് പരിപാടി ചെയ്യുമെന്നും അവരെ പിഴയും കൂട്ടുകാരും കൂടെ പിടിച്ചു നിർത്തി ദേഹത്തെ ഏതാണ്ടൊക്കെ ആക്കിയെന്നും ഞാൻ ലെനയുടെ റൂമിലോട്ട് പോവുകയാണെന്നും പറഞ്ഞ് ബാലചന്ദ്ര മേനോൻ ലെനയുടെ അടുത്തോട്ട് പോയെന്നും പറഞ്ഞ് വരെ പുള്ളിക്കാരി കഥകളൊക്കെ ഓരോ രസത്തിന് പറഞ്ഞുണ്ടാക്കി. എന്തായാലും ലെനയും ബാലചന്ദ്ര മേനോനും തള്ളയുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്ന് ഇനി പീഡിപ്പിക്കാത്ത നടന്മാരാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇവർക്ക് സിനിമയിലെ പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഈ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിക്കൊടുത്ത് എവിടേക്കോ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഓരോ റോള് തട്ടിയതാ. പിന്നെ കുറച്ച് പേരോട് പൈസ ചോദിച്ചു, ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തു, കുറച്ച് പേര് പൈസ കൊടുത്തില്ല. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കൊരു പേരും പ്രശസ്തിയൊക്കെ വേണം. 1-2 സിനിമയിൽ തട്ടിക്കൂട്ട് മുഖമൊക്കെ കാണിച്ചാലും ഇവരെ ആരും അറിയത്തില്ല. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ കണ്ട ഒരു ഐഡിയ ആണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ ആരോപണത്തിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ആളുകൾ ശ്രദ്ധിക്കും. പിന്നെ ഇവർ കുറച്ച് യൂട്യൂബ് ചാനലുകാർക്ക് അഭിമുഖമൊക്കെ കൊടുത്ത് സാധാരണഗതിയിൽ അവരുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങിയിട്ടായിരിക്കും ഈ പുള്ളിക്കാരി പൊട്ടിച്ചിരിച്ചുകൊണ്ടുള്ള അഭിമുഖം നടത്തുന്നത്. എന്തിനേറെ പറയുന്നു, മരിച്ചുപോയ കലാഭവൻ മണി ഇവരുടെ മോശമായിട്ട് സമീപിച്ചു. അവസാനം ജാഫർ ഇടുക്കിയാണ് കൂട്ടിക്കൊടുത്ത്. അവസാനം കലാഭവൻ മണി ഇവരുടെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ക്ഷമ പറഞ്ഞു. മിന്നുങ്ങി മിന്നും മിനുങ്ങി എന്നൊക്കെ പാട്ടിക്കൊടുത്തെന്നാണ് പറഞ്ഞത്. അത് മിനുമിനൂറിനായതുകൊണ്ട് ഇത്രയും വെളിപ്പെടുത്തൽ നടത്തിയ ഇവരെ പിടിച്ച് അകത്തിട്ട് ചാമ്പെങ്കിൽ ഇപ്പോൾ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നേനെ. ഇവരുടെ പുറയിൽ ആരാണോ ഉള്ളതെന്ന്. ഇവരിത് ചുമ്മാ നടത്തിയേക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല. ഇവർക്ക് ഒന്നുകിൽ മലയാള സിനിമയെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഒന്ന് നാറ്റിക്കുക, അല്ലെങ്കിൽ അവരിന്ന് പണം പിടുങ്ങുക, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ആളുകൾ പറയുന്ന വയനാട്ടിൽ കുറേ ഫണ്ട് ഇറങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ക്രമക്കേടിൽ നിന്ന് ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ആരോ കളത്തിലിറക്കിയത്. അപ്പോൾ എല്ലാവരും കൂടി ഈ തള്ളയുടെ പുറകെ പൊക്കോളുമല്ലോ. അതേപോലെ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഒരു അവസരമായിട്ട് പുള്ളിക്കാരി എടുത്തു. ഇങ്ങനെ ഒരു തരികിടെ അമ്മച്ചിയുടെ പരിപാടിയാണ്. ഏതാണെങ്കിലും മോഹൻലാൽ ഇവരുടെ പരാതി കിട്ടിട്ട് ഞെട്ടിക്കിടിഞ്ഞ് മൂത്രം ഒഴിച്ചിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 3000 പെണ്ണുങ്ങൾ പേടിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള വാർത്ത ജോണി ലൂക്കോസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പണ്ട് അവരുടെ അടുത്ത് ഒരു ആരോപണം വന്നായിരുന്നു, മോഹൻലാൽ 3000 പെണ്ണുങ്ങളുടെ കൂടെ കിടന്നതിൻ്റെ ഒരു ആഘോഷം സിംഗപ്പൂർ നടത്താൻ പോവുകയാണെന്ന്. ഇതിനെക്കുറിച്ച് ജോണി ലൂക്കോസ് ചോദിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞ 3000 ആയിരിക്കില്ല, ഒരു 5000 കാണുമെന്നാണ്. അപ്പോൾ ഉടനെ വാർത്ത ഒന്നും 5000 ആയെന്ന്. പിന്നെ വേറൊരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടെന്ന വാർത്തയുണ്ടല്ലോ എന്ന്. ഉടനെ മോഹൻലാൽ പറഞ്ഞു, അതെ സാധ്യതയുണ്ട്, ഞാൻ ഇത്രയും പെണ്ണുങ്ങളുമായിട്ട് അഭിനയിക്കുന്നല്ലേ, ഞാൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇടപെടുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. പുള്ളി ഇതൊന്നും നിഷേധിക്കുന്നില്ലല്ലോ. നമുക്കറിയാം മലയാള സിനിമയിൽ ആദ്യകാലത്ത് ഇറങ്ങിയ ചട്ടമ്പി കല്യാണോ എന്നതാണോ, അതിനകത്തെ നമ്മുടെ ലക്ഷ്മി അമ്മയും മകളെയും കൂടെ ഒരുമിച്ചെന്ന് പറയുന്ന രീതിയിൽ ലക്ഷ്മി പിന്നീട് ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ, പിന്നെ സുചിത്ര, എന്തിനേറെ പറയുന്ന നയൻതാര ഉൾപ്പെടെ മീര, ജാസ്മിൻ, ഇങ്ങനെ എല്ലാ പിള്ളേരെക്കുറിച്ച് അല്ലെങ്കിൽ എല്ലാ നടിമാരെക്കുറിച്ച് അവിഹിത ആരോപണം മോഹൻലാലിൻ്റെ പേരിലുണ്ട്. അങ്ങനെ എന്തോ മലയാള സിനിമയിലെ കാമദേവനാണെന്നാണ് തോന്നുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ പറയുന്നത് മോഹൻലാലിൻ്റെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ചില ആൾക്കാരൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് മോഹൻലാലിനുള്ള പ്രണയാധിക്യം മൂത്തിട്ട് പെൺപിള്ളേരൊക്കെ ഇടിച്ചു കയറി മോഹൻലാലിൻ്റെ പുറകെ പോയി എൻ്റെ കൂടെ ഒന്ന് കിടക്കൂ, എന്നെ ഒന്ന് പീഡിപ്പിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്കാണ് പെണ്ണുങ്ങൾ പോകുന്നത്. അതിനിടയ്ക്ക് മോഹൻലാലിൻ്റെ അവിഹിത ഗർഭം പേറിയ പെണ്ണുങ്ങളാണ് നയൻതാര, സുചിത്ര, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 3-4 പെൺപിള്ളേരുടെ പേര് വന്നു. പിന്നെ അവരെയൊക്കെ അബോർഷൻ ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് സുചിത്ര എന്നുള്ള നടി, അവസാനം ഇതേ മോഹൻലാലിൻ്റെ ആളുകൾ അവളെ ഭീഷണിപ്പെടുത്തിയാണ് എറണാകുളത്തുണ്ട് അബോർഷൻ ചെയ്യിച്ചതെന്ന് വരെ കഥകളുണ്ട്. ഇതൊക്കെ നമ്മൾ പലതവണയും കേട്ടേക്കുന്ന കഥയാണ്. അപ്പം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പുത്തിരിയൊന്നുമല്ല. അതായത് മിനുമിനൂറിനെ എന്തായാലും മോഹൻലാൽ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ പുള്ളിക്കാരിയുടെ ഒരു ആഗ്രഹം അങ്ങ് പറഞ്ഞു തീർത്താൽ. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ നടന്മാരൊക്കെ തന്നെ പീഡിപ്പിക്കണമെന്ന് എന്തൊക്കെയോ ഒരാഗ്രഹം പുള്ളിക്കാരിയുടെ മനസ്സിലിങ്ങനെ കുറേ കാലമായിട്ട് കിടപ്പുണ്ടായിരുന്നു. ആ ആഗ്രഹമൊക്കെ ഒരു അവസരം വന്നപ്പോൾ പറഞ്ഞു തീർത്ത്
ആ ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് മാറ്റിയെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് വളരെ നല്ലൊരു അഭിപ്രായം. കാരണം അങ്ങോട്ട് ആൾക്കാർ ഓടി നടന്ന് മോഹൻലാലിൻ്റെ പുറകെ നടക്കുന്ന ഈ ഒരു കാലത്താണ് പുള്ളിക്കാരി ഈ ഐഡിയ ആയിട്ട് വന്നേക്കുന്നത്. എന്തായാലും പുതിയ വിഷയമായിട്ടൊക്കെ നമുക്ക് കാണാം. താങ്ക്